പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ദിവസം 14/11/2025 മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഉപമകളുടെ ഉദ്ദേശത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിശദീകരണം. അവൻ തനിച്ചായിരുന്നപ്പോൾ 12 പേർ കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈശോയെ അനുഗമിച്ചത് 12 പേർ മാത്രമല്ല. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ 12 പേരല്ലാതെ ആരൊക്കെയോ ഈശോയെ നിശബ്ദതയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിലോ ഈശോയെ അനുഗമിച്ചിരുന്നു എന്നത് ഈ വാക്യത്തിൽ നിന്ന് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം എന്ന നിലയിൽ ഈ വാക്യം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അടുത്തത് ഈശോ പറയുന്നതാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നത് ശിഷ്യന്മാർക്കാണ്, പുറത്തുള്ളവർക്ക് ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. വചനം അല്പം അവസാനം കൊണ്ടുവന്ന് അവസാനം മനസ്സിൻ്റെ ദൃഷ്ടിക്ക് അല്ലെങ്കിൽ മനസ്സിൻ്റെ കണ്ണിന് വായിക്കാൻ അല്പപ്രയാസത്തിലാണ് വന്നേക്കുന്നത്. അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണിത്. ഞാനിതിനെ എൻ്റേതായ രീതിയിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 12 ശിഷ്യന്മാർക്കെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കാണ് നൽകപ്പെട്ടത്. അപ്പോൾ ഈശോ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയോ പ്രത്യേകമായി കണ്ടവർക്കോ തുടക്കത്തിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നൽകിയിരുന്നു. അവസാനം വരെ പൊരുതി നിൽക്കണമെങ്കിൽ ആദ്യം തന്നെ എവിടം വരെ പോകണം എന്നത് തിരിച്ചറിഞ്ഞിരിക്കണം. അവസാനത്തെ ലക്ഷ്യത്തിൽ ഏറ്റവും പടവരുതണമെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിനുള്ള കരുതൽ ഉണ്ടാകണം. 7000 കിലോമീറ്റർ കടലിൻ്റെ മുകളിലൂടെ പറന്നു വരുന്ന പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ദിവസത്തിലല്ല അതിൻ്റെ ശരീരത്തെ ഒരുക്കുന്നത്. ഇത്രത്തോളം ദൂരം എനിക്ക് പറക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി തൻ്റെ ആരോഗ്യത്തെ സജ്ജമാക്കി മുന്നോട്ട് പോകുവാനൊരു പക്ഷിക്ക് വിവേകം ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ശിഷ്യന്മാർക്ക് തുടക്കത്തിൽ തന്നെ എന്തൊക്കെയോ മറ്റുള്ളവർക്ക് കൊടുക്കാത്തത് അല്ലെങ്കിൽ കൂടെ കൂടിയിരുന്നവർക്ക് ഈശോ കൊടുത്തിരുന്നു എന്നത് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം മാത്രം ഞാൻ സമാപിപ്പിക്കുന്നു. അത് ഇതാണ്: നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ശക്തി ആദ്യം തന്നെ സാംശീകരിക്കുവാൻ അവനോടൊപ്പം ചേർന്ന് നിന്നോളുക. എങ്കിൽ ലക്ഷ്യം ഏതാണെന്ന് തുടക്കത്തിൽ നിനക്ക് നൽകിയിരിക്കും. രണ്ടാമത്തെ ഇതിൻ്റെ തലം, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും. കണ്ടിട്ട് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കം നടിക്കുക, പാടാവുണത്താൻ. കണ്ടിട്ട് കാണാതിരിക്കുക, കേട്ടിട്ട് ഗ്രഹിക്കാതെ. കേട്ടു പക്ഷെ കേട്ടില്ല എന്ന രീതിയിൽ പോവുക. ഇത് രണ്ടും രണ്ട് വാക്കുകളാണ്. പഴയ നിയമത്തിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഫറവോയുടെ ക്രൂരതകൾ യഹൂദരുടെ മനസ്സിനെ കഠിനമാക്കാനായിരുന്നു. എന്തിന്? അവർക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ചെങ്കടൽ കടക്കണം, മല കയറണം, ചെങ്കുത്തായ പ്രദേശങ്ങളിലൂടെ പ്രയാസമാണ്. ഇത് മനസ്സിലാകണമെങ്കിലും ഉൾക്കൊള്ളണമെങ്കിലും തുടക്കത്തിൽ തന്നെ അവരുടെ മനസ്സ് ഒന്ന് പൊരുത്തപ്പെടുത്തി എടുക്കുന്ന യഹോവയുടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് അവർ കണ്ടിട്ട് കാണാതിരിക്കുക, കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുക. ഞാനിതിൻ്റെ അർത്ഥം വേറെ തരത്തിലെടുത്തേ. ക്രിസ്തുവിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടില്ല. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശും എടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പഠിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ കൂടെ വരണമെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്. കണ്ടിട്ട് കാണാതിരിക്കുക എന്നുവെച്ചാൽ നിൻ്റെ അകക്കണ്ണ് തുറക്കപ്പെടാതെ നിനക്ക് മനസ്സിലാവില്ല. കേട്ടിട്ടും നീ ഗ്രഹിക്കാതിരിക്കുക. കേൾക്കാൻ എല്ലാവർക്കും കഴിവ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടെ വേണം. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം ഇരട്ടി ശക്തിയുള്ളവരായിത്തീരുന്നു. എന്നിട്ട് കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുക. ഞാൻ ലളിതമായിട്ട് ഇന്നത്തെ ഈ വാക്യങ്ങൾ ഉപസംഹരിക്കുന്നു. കണ്ടിട്ട് കാണാതിരിക്കുക, കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുക. ചില ജീവിതത്തിലൊക്കെ മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്.
എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ലെന്ന് നടിക്കും. എല്ലാം കേൾക്കുന്നുണ്ട് ഒന്നും കേൾക്കുന്നില്ല എന്ന് നടിക്കും. എന്നാൽ ചിലരിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, ബോധപൂർവ്വം ഓടിയുന്ന. എന്നാൽ ചിലർക്ക് ഒന്നിനെയും വിവേചിച്ചറിയാൻ ദൈവം വരം കൊടുക്കുകയില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? അവർ മനസ്സ് തിരിയാതിരിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ ഈശോ പറഞ്ഞ വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ, അതോടൊപ്പം തന്നെ തലയുള്ളവൻ ചിന്തിക്കട്ടെ, മനസ്സുള്ളവൻ പ്രവർത്തിക്കട്ടെ. ജോൺസൺ കരുതൽ.